അപ്പോൾ നമ്മൾ സി പി ഒയുടെ ക്ലാസ്സിൻ്റെ നമ്മുടെ പി കെ ലേണിങ്സിൻ്റെ സി പി ഒയുടെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഡെഫിനിഷൻ പാർട്ടുകളും അതേപോലെ തന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പോലീസിനെയും മജിസ്ട്രേറ്റിനെയും പൊതുജനങ്ങൾ സഹായിക്കേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അവകാശങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കാനുള്ള ഏരിയയാണ് അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത്. സെക്ഷൻ 35 തൊട്ട് 62 വരെയാണ് ഈ അറസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അറസ്റ്റ് നമ്മൾക്ക് ഇപ്പം സിവിൽ പോലീസ് ഓഫീസർമാർ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്, നമ്മൾക്കതറിയാം, നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാകാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആരെ എപ്പോൾ എന്തിന് അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ്. നമ്മൾ പഠിക്കുന്ന ഈ പ്രൊസീജറൽ കോഡാണ് നമ്മൾ BNS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSSലേക്ക് വരുമ്പോഴത്തേക്കിന് ഇത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജറൽ ലോ ആണ്, നടപടിക്രമങ്ങളാണ്. നമ്മൾ BNSൽ കണ്ടത് ഭാരതീയ BNSൽ നമ്മൾ കണ്ട പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറ്റകൃത്യങ്ങൾ എന്താണ് എന്ന് അവിടെ കണ്ടിട്ട് അങ്ങനെ ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്ന നിയമത്തിൽ പഠിക്കാൻ പോകുന്ന BNSSൽ. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അറസ്റ്റ് ഓഫ് പേഴ്സൺസിനാണ്. എങ്ങനെയൊക്കെ നമ്മൾക്ക് അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആവശ്യം, അറസ്റ്റ് വിത്ത് വാറണ്ടാണോ വിത്തൗട്ട് വാറണ്ടാണോ എന്നൊക്കെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്ഷൻ 35 മുതൽ 62 വരെ നമ്മൾ പറയുന്നത് അറസ്റ്റ് ഓഫ് പേഴ്സൺസിനെ കുറിച്ചാണ്. അതിൽ സെക്ഷൻ 35 ആണ് ആദ്യത്തേത്. സെക്ഷൻ 35 എപ്പോഴാണ് വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്, അതായത് വാറണ്ട് ഇല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയെ, കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സെക്ഷൻ 35 പറയുന്നത്. വെൻ എ പോലീസ് ഓഫീസർ മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് എന്നുള്ളതാണ്, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം. ഇനി അതായത് ചില സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി, നമുക്ക് 2 തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. അതായത് വാറണ്ടോടുകൂടി അറസ്റ്റ് ചെയ്യാവുന്ന ഒഫൻസുകളുമുണ്ട്, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകളുമുണ്ട്. അപ്പോൾ വാറണ്ടോട് കൂടിയതും വാറണ്ട് ഇല്ലാത്തതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. അതിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് ഇല്ലാതെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ വാറണ്ട് ഇല്ലാതെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. സോ എൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരാൾ ആ പോലീസ് ഓഫീസറിൻ്റെ സാന്നിധ്യത്തിൽ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഗ്നൈസബിൾ ഒഫൻസുകൾ എന്ന് പറഞ്ഞാൽ 2ന്റെ ജിയിലാണ് കൃത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ 2 ക്ലോസ് ജിക്കകത്താണ് പറയുന്നത്. അതായത് ഒരു വാറണ്ട് ഇല്ലാതെ തന്നെ അറ്റ് പ്രസൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന സാഹചര്യമാണ്. ഇനി അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അയാളെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തുനിന്ന് പോയി ഉത്തരവ് മേടിച്ചുകൊണ്ട് വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട, അപ്പോൾ തന്നെ നമ്മൾക്ക് അറസ്റ്റ് ചെയ്യാം. നമ്മളെന്ന് പറയുന്നത് ആരാണ്? ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ അറസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 3 പേർക്കാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 1 പോലീസിനാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, 2 പ്രൈവറ്റ് പേഴ്സൺസ് നമ്മളെപ്പോലെയുള്ള വ്യക്തികൾക്ക് പ്രൈവറ്റ് പേഴ്സൺസിനാണ്, 3ാമത്തത് മജിസ്ട്രേറ്റ്മാർക്കാണ്. ഓക്കെ, അങ്ങനെ ഈ തരത്തിലുള്ള 3 ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അറസ്റ്റ് നടത്താൻ പറ്റുന്നത്. അതിനകത്ത് ആദ്യം പറയുന്നതാണ് ആരുടെ അറസ്റ്റാണ്, പോലീസിൻ്റെ അറസ്റ്റാണ്. അപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് അവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് വാറണ്ടൊന്നും വേണ്ട, അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാം. ഇനി അതല്ല, നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീസണബിൾ ആയിട്ടുള്ള, വിശ്വസിക്കത്തക്കതായിട്ടുള്ള കാരണങ്ങളുള്ള ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്രെഡിബിൾ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, വിശ്വസനീയമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് അങ്ങനെ ഒരു വ്യക്തിക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തതായിട്ടോ ചെയ്യാൻ പോകുന്നതായിട്ടോ അയാൾക്കെതിരെ എങ്ങനെയാണ് നിൽക്കുന്നത്? അങ്ങനെ ഒരു വ്യക്തിക്ക് എഗെയിൻസ്റ്റായിട്ട് ഒന്നുകിൽ ഇയാളൊരു കൊഗ്നൈസബിൾ കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു കംപ്ലൈൻറ്റ് കിട്ടുകയോ, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുകയോ, അതുമല്ല എന്നുണ്ടെങ്കിൽ വിശ്വസിക്കത്തക്കതായിട്ടുള്ള കാരണങ്ങൾ അവിടെ നിലനിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ കിട്ടിയ ഇൻഫർമേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ പരാതി, ആ ഇൻഫർമേഷൻ, ആ സസ്പീഷ്യൻസ് 3, അതായത് 1 പരാതിയാണ്, അങ്ങനെ ഒരു വിവരമാണ്, 3 ഒരു സംശയമാണ്. ഈ സംശയങ്ങൾ, ഈ 3 സാഹചര്യങ്ങൾ, കംപ്ലൈൻറ്റ്, ഇൻഫർമേഷൻ ആൻഡ് സസ്പീഷൻ. കംപ്ലൈൻറ്റ് കിട്ടുന്നത് റീസണബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി കൊടുക്കുന്ന പരാതി, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ സോഴ്സുകളിൽ നിന്നുള്ളത്, സസ്പീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട് വേണം, വിശ്വസിക്കത്തക്കതായിട്ടുള്ള കാരണം വേണം. ഈ 3 സാഹചര്യങ്ങളിലും ഈ ഏത് വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണോ പരാതിയോ അല്ലെങ്കിൽ വിവരമോ അതല്ലെങ്കിൽ സംശയമോ നിലനിൽക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പോലീസ് ഓഫീസറിനെ വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ടെങ്കിൽ ഇവൻ ഈ പറയുന്ന കൃത്യം ചെയ്യാൻ പോകുന്ന, ഇല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവൃത്തി അയാളെ തടയുന്നതിലേക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞൊരു പരിപാടിയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാവുന്നതാണ്? വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് 2 സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ അവിടെ തന്നെ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നോ പ്രോബ്ലം, അപ്പം തന്നെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക. പക്ഷേ രണ്ടാമത്തെ സാഹചര്യം അങ്ങനെയല്ല, ഞാൻ അവിടെ ഇല്ല, എൻ്റെ പ്രസൻസ് അവിടെ ഇല്ല. പക്ഷേ പ്രസൻസ് ഇല്ല എങ്കിലും എനിക്ക് ഇങ്ങനെ നമ്മുടെ മതീഷ് എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു എന്തിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് കിട്ടുന്നു, അതല്ലെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്നു, അതല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട്, റീസണബിൾ ആയിട്ടുള്ള സസ്പീഷ്യൻസ്, അവിടെ മതീഷ് അത് ചെയ്തതായിട്ട് നമ്മൾക്ക് എന്ത് നിലനിൽക്കണം? സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഉദ്യോഗസ്ഥന് അങ്ങനെ വിശ്വസിക്കത്തക്ക വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ നിന്ന് അയാളെ തടയുന്നതിലേക്ക് വേണ്ടിയിട്ടോ ഒരു പ്രോപ്പറായ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടോ നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇവനെ അറസ്റ്റ് ചെയ്ത് വാറണ്ടില്ല, ആദ്യത്തെ സാഹചര്യം വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി സെക്ഷൻ 35 കഴിഞ്ഞ് സെക്ഷൻ 36ലേക്ക് നമ്മൾ എത്തുമ്പോൾ പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ കേസിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, വാറണ്ട് ഇല്ലാതെ ഇന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് അടുത്തൊരു ഇതാണ് എപ്പോഴാണ് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ് എന്നുള്ളതാണ്. പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ മതീഷിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഈ മതീഷിനെ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവരി ഓഫീസർ മേക്കിംഗ് ആൻ അറസ്റ്റ്, അപ്പം അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയറാണ് സെക്ഷൻ 36 പറയുന്നത്. ഒന്ന്, എന്ത് ചെയ്തിരിക്കണം? ഒരു ക്ലിയർ ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, വിസിബിൾ ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ടാഗ് ഉണ്ടായിരിക്കണം. അയാളുടെ പേര്, ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണോ അദ്ദേഹത്തിൻ്റെ പേരും ആ ഡെസിഗ്നേഷനും ചേരുന്ന ഐഡൻറ്റിഫിക്കേഷനാണ്. അപ്പോൾ മതീഷിനെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നെയിം ടാഗും ഡെസിഗ്നേഷനുമുള്ള ആ ടാഗ് വ്യക്തമായിരിക്കണം. ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ അവിടെ ചെയ്യാൻ പറ്റണം. രണ്ടാമത്തത്, അറസ്റ്റ് ചെയ്യാൻ പോകുന്ന മതീഷിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മെമ്മോറണ്ടം തയ്യാറാക്കിയിരിക്കണം. ഇന്ന കാരണത്താൽ ഇന്ന സാഹചര്യത്തിൽ വെച്ച് മതീഷിനെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞൊരു മെമ്മോറണ്ടം തയ്യാറാക്കിയിരിക്കണം. 3, ഈ മെമ്മോറണ്ടം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ മതീഷേ, ഇതാണ് മെമ്മോറണ്ടം, നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അങ്ങനെ പറയാനല്ല. ഈ മെമ്മോറണ്ടം കാണിച്ചു കൊടുത്തിട്ട് ആ മെമ്മോറണ്ടത്തിനകത്ത് മതീഷിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ സാക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൾക്കാരെ കൊണ്ട് ഒന്നുകിൽ ഫാമിലി മെമ്പർ, എനി പേഴ്സൺ ഹൂ ഈസ് മെമ്പർ ഓഫ് ദ ഫാമിലി ഓഫ് ദ പേഴ്സൺ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ മെമ്പർ ഓഫ് ദി ലൊക്കാലിറ്റി എന്നുള്ള. അപ്പം മതീഷിനെ നമ്മൾ എവിടെ വെച്ചാണോ അറസ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, എനി വൺ ഓഫ് ദ ഫാമിലി മെമ്പർ. ഇനി വീട്ടിൽ വെച്ചിട്ടല്ല, പുറത്തെവിടെയെങ്കിലും കണ്ണെന്നെടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മതീഷിനെ അറസ്റ്റ് ചെയ്യുന്ന
സാഹചര്യത്തിൽ ആ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു റെസ്പെക്റ്റബിൾ, അതായത് പിന്നീട് വിളിച്ചാലും കോടതിയുടെ പ്രൊസീഡിങ്സിലേക്ക് വേണ്ടി ഇദ്ദേഹത്തിനെ നമ്മൾ എപ്പോൾ വിളിച്ചാലും, ഇദ്ദേഹം എന്ന് പറഞ്ഞ സാക്ഷിയാണ്, വിളിച്ചാൽ വരണം. ഓക്കെ, അതല്ല തലയ്ക്ക് വെളിവുള്ളവനൊക്കെ ആയിരിക്കണം ഈ ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ റെസ്പെക്റ്റബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് മാത്രമല്ല, അപ്പോൾ മതീഷിനെ അറസ്റ്റ് ചെയ്യുന്ന സാക്ഷി ഒപ്പിട്ടതിനെ കൗണ്ടർ സൈൻ ചെയ്യണം. അറസ്റ്റ് ചെയ്ത ഈ പോലീസ് ഉദ്യോഗസ്ഥന് കൗണ്ടർ സൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മെമ്മോറണ്ടം. ഇനി അടുത്ത പറയുന്നത്, ഈ നമ്മൾ മതീഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഫാമിലിയിൽ വെച്ചിട്ടാണ്, വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ചൊരു ഇൻഫർമേഷൻ ഒന്നും കൊടുക്കണ്ട. കാരണം വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് എന്താ ഒരു ചെറിയ കാര്യത്തിന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ട. എന്താണ്, ഹി ഹാസ് റൈറ്റ്. ഇനി അതല്ല, പുറത്തെവിടെയെങ്കിലും വെച്ചിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ എന്താണ് മതീഷിൻ്റെ അവകാശമാണ് ഒന്നിൽ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിനെയോ ഒരു ഫ്രണ്ടിനെയോ മറ്റേതെങ്കിലും, അതല്ലെങ്കിൽ മതീഷ് പറഞ്ഞു കൊടുക്കുന്ന ആരാണോ അവരെടുത്ത് എന്ത് ചെയ്യാൻ പറയണം, ഈ വിവരം അറിയിപ്പിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വരുന്ന വ്യക്തി ക്ലിയർ ആയിട്ടുള്ള നെയിം ടാഗ് ധരിച്ചിട്ടുണ്ടായിരിക്കുക, ഒരു മെമ്മോറണ്ടം ഓഫ് അറസ്റ്റ് തയ്യാറാക്കിയിരിക്കുക. ആ തയ്യാറാക്കിയിരിക്കുന്ന മെമ്മോറണ്ടം ഓഫ് അറസ്റ്റ്, ആ മെമ്മോറണ്ടത്തിൽ കൊണ്ടുവന്ന് എന്താണ് സാക്ഷികൾ, ഒന്നുകിൽ വീട്ടിൽ നിന്നുള്ളവർ, പുറത്തുനിന്നാണെങ്കിൽ അത് എനി വൺ ഓഫ് ദ പേഴ്സൺ അറസ്റ്റ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരൻ കൗണ്ടർ സൈൻ ചെയ്യുക. അതുമല്ലെങ്കിൽ ഇത് ഈ സാഹചര്യത്തിൽ ഒന്നുമല്ല അറസ്റ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ എന്ത് ചെയ്യുക, അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ വീട്ടുകാരെ വിളിച്ചറിയിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പ്രൊവിഷനാണ് ഒരു പുതിയ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. സെക്ഷൻ 37 പറയുന്നത് ഇത് ഇപ്പോൾ നമ്മുടെ BNSSലെ ഒരു പുതിയ പ്രൊവിഷനാണ്. പുതിയ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പഴയ CRPCയിൽ അത് കൺട്രോൾ റൂം കൺട്രോൾ റൂം അറ്റ് ഡിസ്ട്രിക്ട് അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ആരാണ് ഒരു ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പം നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള വിവരം വേണം. അങ്ങനെ പോലീസിന് തോന്നുന്ന രീതിയിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പണ്ടത്തെ ഉരുട്ടിക്കൊലകളും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെ കുറിച്ച് പിന്നീട് വിവരമില്ല, അതൊന്നും ഉണ്ടാകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്ത് വേണം, ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നവന്മാരെല്ലാം എവിടെയാണ്, ഇപ്പോഴെവിടെയാണ്, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വേണം. അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പോലീസ് കൺട്രോൾ റൂം എല്ലാ ജില്ലാ അടിസ്ഥാനത്തിൽ പോലീസ് കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ആരും കാണും, ഒരു ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസറും കാണും. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ജില്ലയിലും അതുപോലെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ ഡെസിഗ്നേറ്റഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കാണും. ഇദ്ദേഹം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൽ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്താണ്, ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ അഡ്രസ്സ്, ഡീറ്റെയിൽസ്, എന്താണ് നേച്ചർ ഓഫ് അറസ്റ്റ്, എങ്ങനെയാണ്, ജാമ്യം കിട്ടുന്നതാണോ കിട്ടാത്തതാണോ, എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത്, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആക്കി വെക്കുക. അതിനുശേഷം പ്രോമിനൻ്റായിട്ട് എന്താണ് ഒന്നുകിൽ ഡിജിറ്റൽ മോഡ്, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏത് രീതിയിലാണോ ഈ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ജില്ലയിൽ ഇന്ന് എത്ര ദിവസം, ജില്ലയിൽ ഓരോ സ്റ്റേഷൻ, ഒരു ജില്ലയിൽ വരുമ്പോൾ ഇത്ര പോലീസ് സ്റ്റേഷനിൽ കാണുമല്ലോ. അപ്പോൾ ഓരോ സ്റ്റേഷനിലും എത്ര അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആര്, എന്ത്, എങ്ങനെ എന്നുള്ള എല്ലാ വിവരങ്ങളും ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മൾക്കറിയാൻ പറ്റും. അതായത് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അവിടെ ഈ ഇൻഫർമേഷൻസ് എല്ലാം അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലും ഇതിൻ്റെ ഒരു അതോറിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ കാണും. ആൻഡ് ദെൻ എവരി പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ്, അവിടെ ഒരു ഉദ്യോഗസ്ഥൻ കാണും. അവരുടെ ജോലിയാണ് ഈ അറസ്റ്റുമായി റിലേറ്റ് ചെയ്ത് എല്ലാ പ്രൊവിഷൻസും ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളത്. സെക്ഷൻ അടുത്തതാണ്. ഇനി 38 ഓക്കെ, നമ്മൾ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പവറുകളൊക്കെ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികളും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഡെസിഗ്നേറ്റഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസ് ഓഫീസർ 37 അതും കണ്ടു. ആഫ്റ്റർ ദാറ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട മതീഷിന് റൈറ്റ് പറയാൻ പോവാണ്. റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ്. ചോദ്യം ചെയ്യുമ്പോൾ, അതായത് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് താൻ മതീഷ് തിരഞ്ഞെടുത്ത അഡ്വക്കേറ്റിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യണം, എൻ്റെ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിലേ ഞാൻ മറുപടി പറയുള്ളൂ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. അതാണ് 38 പറയുന്ന റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിങ് ഇൻ്ററോഗേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഭാഷകനെ കാണുവാൻ എന്താണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അവകാശമുണ്ട്. അതാണ് 38-ൽ പറയുന്നത്. എനി പേഴ്സൺ ആയിക്കോട്ടെ, അറസ്റ്റ് ചെയ്യപ്പെട്ട ഏത് വ്യക്തി ആയിക്കോട്ടെ, പോലീസ് ചോദ്യം ഇൻ്ററോഗേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ടൈറ്റിലുണ്ട്, അവകാശമുണ്ട്. എന്തിനുള്ള അവകാശമുണ്ട്? മീറ്റ് ചെയ്യാൻ. ആരെ മീറ്റ് ചെയ്യാൻ? അഡ്വക്കേറ്റിനെ. ഏത് അഡ്വക്കേറ്റാണ്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന അഡ്വക്കേറ്റല്ല. മതീഷിന് നിർബന്ധമുണ്ട്. മതീഷ് എന്താണ്, ഞാൻ തന്നെ അഡ്വക്കേറ്റിനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, മതീഷിൻ്റെ ചോയ്സിലല്ല, മതീഷ് പറയുന്ന അഡ്വക്കേറ്റിനെ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ എന്താണ്, ഡ്യൂറിങ് ഇൻട്രോഗേഷൻ എന്താണ്, ദോ നോട്ട് ത്രൂ ഔട്ട് ഇൻറ്ററോഗേഷനിൽ എന്താണ് നമ്മുടെ അഡ്വക്കേറ്റ് പ്രസൻറ്റ് അല്ലെങ്കിൽ പോലും തുടക്കത്തിലെങ്കിലും എൻ്റെ അഡ്വക്കേറ്റ് വരട്ടെ, എന്നിട്ട് ഞാൻ വാ തുറക്കൂ എന്ന് പറയാനുള്ള അധികാരം ആർക്കുണ്ട്? മതീഷിനെ പോലെയുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾക്കുണ്ട്. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്, ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇത് സെക്ഷൻ 39 ഒന്നും സൂക്ഷിച്ചു വെച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ അറസ്റ്റ് ഓൺ റിഫ്യൂസൽ ടു ഗീവ് നെയിം ആൻഡ് റെസിഡൻസ് എന്നുള്ളതാണ്. നേരത്തെ തൊട്ട് മുമ്പേ നമ്മൾ കണ്ടത് എന്താണ്, 36-ൽ അതുപോലെ തന്നെ എന്താണ്, വാറണ്ട് അല്ല, 36 അല്ല 35-ൽ വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് എന്ന് കണ്ടല്ലോ. കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങളാണെന്നുണ്ടെങ്കിൽ അറ്റ് വൺസ്, വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങളാണ് കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം സെക്ഷൻ 39-ൽ പറയുന്നു എന്താണ്, ഈ ചില ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നെയിം ആൻഡ് റെസിഡൻസ് ഒക്കെയാണ് അവിടെ പറയുന്നത്. ഈ ഇൻഫർമേഷൻസ് ഒന്ന് നോക്കാം. സെക്ഷൻ 39-ൽ പറയുന്നുണ്ട്. ഇനി ഇപ്പം നമ്മൾ ഇങ്ങനെ എന്താണ്, ഇപ്പോൾ ബാറിൻ്റെയൊക്കെ മുൻപിൽ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ, ബാറിൻ്റെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല, എന്നാലും ചില സാഹചര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ അങ്ങനെ വലിയ കുറ്റകൃത്യമൊന്നും ആയിരിക്കുന്നില്ല. എന്ത് ചെയ്യും, ഈ ആൾക്കാരെടുത്ത് അവിടെ കുടിച്ച് മതോന്മത്തനായി വഴിയിൽ കിടക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചാൽ അവർക്കറിയാമോ? പറഞ്ഞു കൊടുക്കത്തില്ല. ഈ പേരും കൊടുക്കത്തില്ല, അഡ്രസ്സും കൊടുക്കത്തില്ല. ഇനി അതല്ല, ഈ പേരും അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു തെറ്റായിട്ടുള്ളതായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില സാഹചര്യങ്ങളിൽ അത് നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്. അപ്പം നോൺ കൊഗ്നൈസബിൾ ഒഫൻസുകളാണ് എന്നുണ്ടെങ്കിൽ അവിടെ വാറണ്ട് മേടിച്ചുകൊണ്ട് വന്നാലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ്? കാരണം സില്ലി മാറ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് വാറണ്ട് മേടിച്ചു കൊണ്ട് വരണം. അപ്പം നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുകയും ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുകയാണ്, എന്താണ്, അക്യൂസ്ഡ് ഓഫ് കമ്മിറ്റിംഗ് നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ്, നിൻ്റെ പേര് പറയടാ, വീട് എവിടെയാണ്, സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടും മതീഷിനെ പോലെയുള്ളവർ എന്ത് പറഞ്ഞു കൊടുക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ റെസിഡൻസും പറഞ്ഞു കൊടുക്കുന്നില്ല, അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നില്ല, മിണ്ടത്തില്ല. വീട്ടിൽ ചെന്നാൽ വീട്ടുകാർ വീട്ടിൽ കയറ്റില്ലല്ലോ. അതുകൊണ്ട് എന്താണ്, അതല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത വീട്ടും എന്താണ് നെയിമും അഡ്രസ്സും ഒക്കെ കള്ളമാണ് എങ്കിൽ, ഫാൾസ് ആണെന്ന് വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ പോലീസ് ഓഫീസറിന് ഈ പറയുന്ന വ്യക്തിയുടെ എന്താണ് നെയിമും അഡ്രസ്സും ഒക്കെ എന്താണ് അസർട്ടൈൻ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് വാറണ്ടില്ലാതെ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സെക്ഷൻ 39 ഒന്ന് നോക്കണമെന്ന് പറഞ്ഞത് വാറണ്ട് ഇല്ലാതെ നമ്മൾ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത്രയും വലിയ കുറ്റകൃത്യങ്ങളാണെങ്കിൽ. എന്നാൽ വാറണ്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വാറണ്ട് ഇല്ലാതെയും നമ്മൾക്ക് എന്താണ് കുറ്റകൃത്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നോൺ കൊഗ്നൈസബിൾ ഒഫൻസുകൾ. അപ്പോൾ നോൺ കൊഗ്നൈസബിൾ ഒഫൻസിൻ്റെ പ്രത്യേകത വാറണ്ട് മേടിച്ചുകൊണ്ട് വന്നാലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ചില സാഹചര്യത്തിൽ ഈ നോൺ കൊഗ്നൈസബിൾ ഒഫൻസുകളാണ് കമ്മിറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന, പേര് പറയടാ, അഡ്രസ്സ് പറയടാ, പറഞ്ഞു കൊടുക്കുന്നില്ല. ഇല്ലെങ്കിൽ തെറ്റായത് പറഞ്ഞു കൊടുത്താൽ അപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വാറണ്ട് വേണ്ട, വാറണ്ടില്ല, നമുക്ക് അറസ്റ്റ് ചെയ്യാം. ഇനി ട്രൂ നെയിമും റെസിഡൻസും എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടിക്കഴിഞ്ഞു എങ്കിൽ എന്താണ്, തലയ്ക്ക് വെളിവൊക്കെ വന്നപ്പോൾ വ്യക്തമായിട്ടെല്ലാം പറഞ്ഞൊക്കെ കൊടുത്തെങ്കിൽ അപ്പം തന്നെ എന്താണ് മജിസ്ട്രേറ്റ് ഒന്നുകിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ അങ്ങ് വിട്ടേക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ വിളിക്കുന്ന സമയത്ത് ഇവിടെ ഹാജരായിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബെയിൽ ബോണ്ടിൻ്റെ സ്വന്തം ജാമ്യത്തിലോ സ്റ്റേഷൻ ജാമ്യത്തിലോ ഒക്കെ ഇയാളെ പറഞ്ഞിട്ടിരിക്കണം, സൂക്ഷിക്കാൻ പാടുള്ളതല്ല. ഇനി മാത്രമല്ല, ഇനി ഇങ്ങനെ ഒരു വ്യക്തി ഇനി 39-ൽ നമ്മളതാ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ എന്താണ്, ഇയാൾ ഇന്ത്യൻ റെസിഡൻ്റ് അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്,
അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെസിഡൻ്റ് അല്ല, ഒരു ഫോറിനറാണ്. അപ്പോൾ അവർക്ക് നിയമം ഇവിടുത്തെ നിയമം ബാധകമല്ലേ? ആണല്ലോ. സോ അങ്ങനെ ഒരാൾ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ജാമ്യത്തിൽ അയാളെ പറഞ്ഞുവിടാൻ പറ്റുള്ളൂ. ഇനി ഈ വ്യക്തിയുടെ ട്രൂ നെയിമും റെസിഡൻസും ഒക്കെ പറയുന്നത് 24 അവേഴ്സിനുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ ഇയാളുടെ പേരും അഡ്രസ്സും ഒക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇനി അതല്ല ഈ പറയുന്ന വ്യക്തി ഒരു ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പരാജയപ്പെട്ടാൽ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ബെയിൽ ബോണ്ട് ഫർണിഷ് ചെയ്യാൻ കൊടുക്കാൻ ഇവനെ പറഞ്ഞു വിടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇവനൊരു സെക്യൂരിറ്റി ഇവിടെ ഫർണിഷ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും അവനത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എന്താണ് അധികാര പരിധിയിലുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഇദ്ദേഹത്തെ ഹാജരാക്കിയിരിക്കണം. അതാണ് സെക്ഷൻ 30. അപ്പോൾ 39 അതേപോലെ തന്നെ 37 നമ്മൾ വ്യക്തമായിട്ടൊന്ന് നോക്കിയിരിക്കണം. 37 ആണ് ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ, ആരാണ്? 39 ആണ് എന്താണ് നോൺ കോഗ്നൈസബിൾ ഒഫൻസുകളിനകത്ത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് 39ൻ്റെ സാഹചര്യങ്ങൾ കണ്ടത്. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ആണ് ഇന്ത്യൻ റെസിഡൻ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ റെസിഡൻ്റായ ഒരാളെ ആൾജാമ്യം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനി 24 മണിക്കൂറിനകത്ത് വെച്ച് ഇവൻ്റെ പേരോ അഡ്രസ്സോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലോ ഈ ജാമ്യം കൊടുക്കാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ അപ്പം തന്നെ ഇവനെ അടുത്തുള്ള മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കിയിരിക്കണം. അപ്പോൾ സെക്ഷൻ 35 തൊട്ട് ഈ 39 വരെയും ഏതൊക്കെ സാഹചര്യങ്ങളാണ് പറയുന്നത്? അറസ്റ്റ് വിത്ത് വാറണ്ടും വിത്തൗട്ട് വാറണ്ടും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ. അതായത് അതിനകത്ത് വ്യക്തമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് 35 തൊട്ട് 39 വരെ പറയുന്നത്. ഇനി സെക്ഷൻ 40ലാണ് നമ്മൾ പ്രൈവറ്റ് പേഴ്സൺസ്, സ്വകാര്യ വ്യക്തികൾ. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അത് വേറെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമല്ല, നമ്മളെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ സ്വകാര്യ വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ പ്രൈവറ്റ് പേഴ്സൺസ് നമ്മളെ പോലെയുള്ള എല്ലാം, നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്ത, മജിസ്ട്രേറ്റ് അല്ലാത്ത, ഇല്ലെങ്കിൽ ആ അധികാര പരിധി അല്ലെങ്കിൽ ആ അധികാരം ഇല്ലാത്ത, മജിസ്ട്രേറ്റിൻ്റെ പവർ ഇല്ലാത്ത ഇല്ലാത്ത ഏതൊരു വ്യക്തികളും പ്രൈവറ്റ് പേഴ്സൺസ് ആണ്. ഇവിടെയുള്ള വ്യക്തികളാണ്, സിറ്റിസൺസ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഏതൊരു പ്രൈവറ്റ് പേഴ്സണും അറസ്റ്റ് ചെയ്യാം. ഈ അറസ്റ്റ് എനി പേഴ്സണെ നമ്മളെ പോലെയുള്ള പ്രൈവറ്റ് പേഴ്സൺസിന് ആരെങ്കിലും ചെന്ന് ഓടിക്കേറി അങ്ങ് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അറസ്റ്റ് ചെയ്യാൻ നമ്മളുടെ സാന്നിധ്യത്തിൽ നോൺ ബെയിലബിൾ ആൻഡ് കോഗ്നൈസബിൾ ഒഫൻസുകളാണ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത തരത്തിലുള്ളതും അതുപോലെ തന്നെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ചെയ്തിട്ടുള്ളതുമായ ആൾക്കാരാണ്. ഒരു പ്രൈവറ്റ് പേഴ്സൺ, ഒരു വ്യക്തിയുടെ, ഒരു സ്വകാര്യ വ്യക്തി, നമ്മളെല്ലാവരും ഈ പറയുന്നത് കൊണ്ട് പ്രൈവറ്റ് പേഴ്സൺസ് എന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥരല്ലാത്ത മജിസ്ട്രേറ്റുമാരോ അതല്ലെങ്കിൽ ആ പവറുകളോ ഇല്ലാത്ത, അറസ്റ്റ് ചെയ്യപ്പെടാൻ നിയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത ഏതൊരു വ്യക്തികളെയും നമുക്ക് പ്രൈവറ്റ് പേഴ്സൺസ് എന്ന് പറയാം. അപ്പം നമ്മുടെ സാന്നിധ്യത്തിൽ നോൺ ബെയിലബിൾ, ജാമ്യം കിട്ടത്തേയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ജാമ്യമൊക്കെ കിട്ടും, ചിലപ്പോൾ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ജാമ്യം കിട്ടും. അപ്പം നോൺ ബെയിലബിൾ കോഗ്നൈസബിൾ ഒഫൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോ നമ്മുടെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആണ്, പിടികിട്ടാ പുള്ളിയോ, അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി ഒട്ടും ഡിലേ ആകാതെ തന്നെ, എന്നാൽ 6 മണിക്കൂറിനകത്ത് വെച്ച് സച്ച് അറസ്റ്റ് ഷാൽ മേക്ക് ഓവർ അല്ലെങ്കിൽ കോസ് ടു ബി മെയ്ഡ് ഓവർ എനി പേഴ്സൺസോ അറസ്റ്റഡ് ടു എ പോലീസ് ഓഫീസർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് അറസ്റ്റ് ചെയ്യാം, പ്രൈവറ്റ് പേഴ്സൺസിന് അറസ്റ്റ് ചെയ്യാം, നമ്മളുടെ സാന്നിധ്യത്തിൽ നോൺ ബെയിലബിൾ ആയിട്ടുള്ള കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മതീഷ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരു കത്തിക്കുത്തൊക്കെ നടത്തി ഇവിടെ കത്തിയായിട്ട് നിൽക്കുകയാണ്. അപ്പം നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വട്ടം കൂടി മതീഷിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് വരാൻ ലേറ്റാകാണ്. അപ്പോൾ ഈ 6 മണിക്കൂറിനകത്ത് വെച്ച് എന്ത് ചെയ്തിരിക്കണം? പിടിച്ച മതീഷിനെ നമ്മൾ മേക്ക് ഓവർ ഓർ മെയ്ഡ് ഓവർ ടു ദ പോലീസ് ഓഫീസർ. അപ്പം നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന മതീഷിനെ പ്രൈവറ്റ് പേഴ്സൺസ് ആയ നമ്മൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ അറസ്റ്റ് ഇഫക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇദ്ദേഹത്തിനെ ഹാൻഡ് ഓവർ ചെയ്യണം, മേക്ക് ഓവർ ടു ദ പോലീസിനെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് മതീഷിനെ പോലെയുള്ളവരെ ഏൽപ്പിച്ചിരിക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്
ഈ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സെക്ഷൻ 35 അനുസരിച്ച് എന്താണ് ഈ വ്യക്തിയെ എന്താണ് കസ്റ്റഡിയിലെടുക്കാൻ ഇഫ് ദർ ഈസ് എ റീസൺ ടു ബിലീവ് ദാറ്റ് സച്ച് എ പേഴ്സൺ കംസ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 35 എ പോലീസ് ഓഫീസർ ഷാൾ ടേക്ക് ഹിം ഇൻ കസ്റ്റഡി എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പോലീസ് നോക്കുമ്പോൾ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നോക്കുമ്പോൾ എന്താണ് 35 അനുസരിച്ച് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റകൃത്യമാണ് ഇവനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതും ആകുന്നു. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞ് നമ്മൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് മതീഷിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാരറിയാം ഞങ്ങൾ എടുക്കില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം മതീഷ് ചെയ്തിരിക്കുന്ന കുറ്റം 35 അനുസരിച്ച് വാറണ്ട് ഇല്ലാതെ എന്താണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റകൃത്യമാണ്. സോ അതന്നേരം ഇതിൻ്റെ 40(2) പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ എന്താണ് ഡ്യൂട്ടി കൂടിയാണ് ആ പറയുന്നത്. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നമുക്ക് വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട്. ഈ ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസാണ്, ആ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ഇവൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ചോദിച്ചിട്ട് പോലീസ് ഓഫീസർമാർ ചോദിച്ചിട്ട് എന്താണ് അഡ്രസ്സോ റെസിഡൻസിനെ കുറിച്ചോ ഒന്നും തന്നെ പറയുന്നതുമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ കുറ്റകൃത്യം ഇല്ലെങ്കിൽ പറഞ്ഞ അഡ്രസ്സും റെസിഡൻസും അതിൻ്റെ അഡ്രസ്സും അതല്ല എന്നുണ്ടെങ്കിൽ പേരുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് സെക്ഷൻ 39 നമ്മൾ പറഞ്ഞ പ്രകാരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ, ഇനി ഇദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഒന്നുകിൽ അദ്ദേഹത്തിനെ എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ എന്താണ് ഇദ്ദേഹത്തെ അപ്പോൾ തന്നെ നമ്മൾ റിലീസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അതാണ് സെക്ഷൻ 40 പറയുന്നത്. ഇനി അടുത്ത ഒരു സാഹചര്യമാണ് പറയുന്നത് ഏതാണ്, അപ്പം മൂന്നാമത്തെ കാര്യമാണ് അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടു, പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്യുന്നത് കണ്ട്, മൂന്നാമത്തതാണ് മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്യാമോ, മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഒഫൻസ് എന്ന് പറയുന്നത് ഒരു മജിസ്ട്രേറ്റിൻ്റെയോ, ആ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ജുഡീഷ്യൽ ആയിക്കോട്ടെ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ആയിക്കോട്ടെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ, അദ്ദേഹത്തിൻ്റെ എന്താണ് ആ അധികാര പരിധിയിൽ വെച്ചിട്ടാണ് നടന്നതെങ്കിൽ he may himself arrest or may എന്താണ് order any person to arrest the offender. അപ്പോൾ ഈ മജിസ്ട്രേറ്റിനെ നേരിട്ട് അറസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ബെയിൽ കൊടുത്ത് പോകാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കസ്റ്റഡിയിൽ ഡീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതനുസരിച്ച് എന്ന് വെച്ച് ചെയ്യുക. ഇനി ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവോ ജുഡീഷ്യലോ ആയിക്കോട്ടെ, അപ്പോൾ ഈ പറയുന്ന അറസ്റ്റിന് ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ ആ ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ ഓഫ് എനി പേഴ്സൺ ഫോർ ഹൂസ് അറസ്റ്റ് ഹീസ് കോമ്പീറ്റൻറ്റ് അറ്റ് ദ ടൈം ആൻഡ് ഇൻ ദ സർക്കംസ്റ്റാൻസസ് ടു ഇഷ്യൂ വാറണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മജിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവോ ജുഡീഷ്യലോ അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്ന സമയത്തോ അതല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്തോ അദ്ദേഹത്തിൻ്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യവും ഇദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം, അദ്ദേഹത്തിന് ഇൻ ദ സർക്കംസ്റ്റാൻസസ് ടു ഇഷ്യൂ വാറണ്ട് ആണ്. ഹീസ് കോമ്പീറ്റൻ്റ് എന്നുള്ളതാണ്. ഹീസ് കോമ്പീറ്റൻ്റ് അറ്റ് ദ ടൈം ആൻഡ് ഇൻ ദ സർക്കംസ്റ്റാൻസ്, അതായത് അദ്ദേഹത്തിന് ക്ഷമതയുള്ളതായിരിക്കണം. എന്ത് ക്ഷമതയാണുള്ളത്? കാരണം ലോക്കൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അധികാര പരിധിയിൽ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് കൊടുക്കാൻ പറ്റും. അതാണ് എൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഞാൻ കോമ്പീറ്റൻ്റ് ആണ്. സോ ആ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ നേരിട്ട് അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഒരു മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ വിട്ട് വേറൊരു സ്ഥലത്ത് പോകുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഈ പറയുന്ന ഒരു കോടതിയുടെ അധികാര പരിധി വിട്ട് അദ്ദേഹം മറ്റൊരു ജില്ലയിൽ പോകുന്നു. ജോലി ആവശ്യത്തിനായിട്ടൊന്നും അല്ല പോകുന്നത്, വെറുതെ പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ ഒരു വ്യക്തി മറ്റൊരാളെ കത്തിക്കുറ്റു നടത്തുന്നു, അല്ലെങ്കിൽ പോട്ടെ ഒരു ഓർഗനൈസബിൾ ഒഫൻസ് നടത്തുന്നു. അപ്പോൾ ഈ മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്യാമോ? ചെയ്യാം. എങ്ങനെ അറസ്റ്റ് ചെയ്യാം? ആ സാഹചര്യത്തിൽ ആ മജിസ്ട്രേറ്റ് ഒരു പ്രൈവറ്റ് പേഴ്സണെ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ മറ്റ് സാധാരണക്കാരെ പോലെ. അപ്പോൾ ഒരു മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ ഇരുന്നു കൊണ്ട് ഉത്തരവിടാൻ, അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനൊക്കെ ഉള്ള അധികാരമുള്ള സമയത്ത് നേരിട്ട് പോയി അറസ്റ്റ് ചെയ്യുകയോ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയോ ചെയ്യാം. അത് അധികാര പരിധിക്കകത്തിരുന്നുകൊണ്ട്. എന്നാൽ ഇതിപ്പോൾ വിട്ട് അപ്പോഴദ്ദേഹം മജിസ്ട്രേറ്റൊക്കെ തന്നെയാണ്, പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പ്രൈവറ്റ് പേഴ്സണെ പോലെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാവുന്നതുമാണ്. സോ
അറസ്റ്റ് ഇവിടെ തീരുന്നില്ല, ഇതിൻ്റെ ബാലൻസ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് അതിൻ്റെ ബാലൻസ് നമുക്ക് നോക്കാം. അടുത്ത പ്രൊവിഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ എന്തൊക്കെയാണ് അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആംഡ് ഫോഴ്സ് മെമ്പേഴ്സ് അതേപോലെയുള്ള ആൾക്കാരുടെയൊക്കെ അവകാശങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രൊവിഷൻസാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ശരി.